ഇന്ന് മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട സവിശേഷമായ ഒരു കാര്യമുണ്ട്. ഒരു ലേഖനമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ലേഖനത്തിന് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകും. ഇടത് സഹയാത്രികനും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ തുറന്നു പറച്ചിലുമായി ചലച്ചിത്ര പ്രവർത്തകയും സംവിധായകയുമായ ഡോക്ടർ ആശ അച്ചി ജോസഫ് രംഗത്ത് വന്നിരിക്കുന്നു. മനോരമ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് അവർ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ലൈംഗിക അതിക്രമം നടത്തിയത് ബോധപൂർവമാണ്. ചലച്ചിത്ര അക്കാദമിയിലെ ഔദ്യോഗിക ചുമതല നിർവഹിക്കുന്നതിനിടയിലാണ് താൻ അപമാനിക്കപ്പെട്ടത്. മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ പരാതി കൊടുത്തു. പോലീസ് വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. പക്ഷേ FIR രജിസ്റ്റർ ചെയ്തില്ല. ഡോക്ടർ ആശ അച്ചി ജോസഫ് പറയുന്നു. മലയാള മനോരമ ദിനപത്രത്തിലെ ലേഖനത്തിൽ ഇതെല്ലാം വളരെ വിശദമായി എഡിറ്റോറിയൽ പേജിൽ എഴുതിയിട്ടുണ്ട്. മേഘന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, ഗുഡ് മോർണിംഗ്. ഇത് എനിക്ക് തോന്നുന്ന ഈ ഡോക്ടർ ആശയാണ് ഇതിൻ്റെ പിന്നിൽ ഈ പരാതിക്കാരി എന്ന് എനിക്കുൾപ്പെടെ മാധ്യമപ്രവർത്തകർക്ക് അറിയാമായിരുന്ന കാര്യമായിരുന്നില്ല. പക്ഷേ ഡോക്ടർ ആശ സ്വന്തമായി തുറന്നു പറഞ്ഞുകൊണ്ട് അതിജീവിതയുടെ മറവിൽ ഒളിച്ചിരിക്കാൻ താൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഈ പരാതി ബഹുജന സമക്ഷം പത്രത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. പറയൂ. ഗുഡ് മോർണിംഗ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഡോക്ടർ ആശ അച്ചി ജോസഫ് ഒരു തുറന്നു പറച്ചിലുമായും അതിനപ്പുറത്തേക്ക് വലിയ ചോദ്യങ്ങളുമായി തന്നെയാണ് ദിനപത്രത്തിലെ ഈ ലേഖനത്തിലൂടെ പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ ഈ ലേഖനം തുടങ്ങുന്നത് ഞാൻ ഡോക്ടർ ആശ അച്ചി ജോസഫ് തൊഴിലിടത്തിലെ ലൈംഗികാതിക്രമത്തെ അതിജീവിച്ച സ്ത്രീ എന്ന് പറഞ്ഞാണ് ഈ ലേഖനം അവർ തുടങ്ങുന്നത്. അതിനുശേഷം നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള അനീതികളെയാണ് അവർ തുറന്നു കാണിക്കുന്നത്. അതിൽ നേരത്തെ തന്നെ ഈ സംവിധായകനും ചലച്ചിത്ര പ്രവർത്തകനും അതുപോലെ തന്നെ ഗുരുവായൂർ മുൻ MLA PT കുഞ്ഞുമുഹമ്മദിനെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. അവിടെ തന്നെ ഈ സംവിധായകന്റെ എല്ലാ ആരോപണങ്ങളും അല്ലെങ്കിൽ വ്യാജ പരാതി എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പോലീസ് കുറ്റപത്രത്തിലടക്കം തള്ളിക്കളയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ചലച്ചിത്ര പ്രവർത്തക കൂടിയായിട്ടുള്ള ഡോക്ടർ ആശ അച്ചി ജോസഫ് ഒരു തുറന്നു പറച്ചിലുമായി മുന്നോട്ട് വരികയും ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ നിശബ്ദയാക്കാനും അതുപോലെ തന്നെ പ്രശ്നം സങ്കീർണമാക്കരുതെന്ന് പറഞ്ഞും പലരും ഉപദേശിച്ച് രംഗത്ത് വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ നിശബ്ദയാക്കാൻ ശ്രമിക്കുന്നതും അതുപോലെ അതിജീവിത, ഇര എന്നീ ഈ പദങ്ങൾ ഉപയോഗിക്കുന്നതും തന്നെ നിശബ്ദയാക്കാനുള്ള ശ്രമമാണ്. അതിന് നിന്ന് കൊടുക്കില്ല, അത് തന്റെ മേലുണ്ടാകുന്ന രണ്ടാമത്തെ അതിക്രമമായാണ് കാണുന്നത് എന്നുള്ള കാര്യവും ഈ ഡോക്ടർ ആശ അച്ചി ജോസഫ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ FIR ഇടാൻ ഒരു കാലതാമസം ഉണ്ടായി എന്നുള്ള കാര്യം. നവംബർ 24-നാണ് മുഖ്യമന്ത്രിക്ക് ഒരു രഹസ്യ പരാതി നൽകുന്നത്. അതിനുശേഷം പോലീസുകാർ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. എന്നിട്ടും ഡിസംബർ 8-നാണ് പിന്നീട് FIR രേഖപ്പെടുത്തുന്നത്. അതായത് ചാനലുകളിലാണ് ഡിസംബർ 28-ന് ഈ വാർത്ത വരുന്നത്. ഈ വാർത്ത വന്നതിന് ശേഷമാണ് ഈ FIR രേഖപ്പെടുത്താൻ തയ്യാറാകുന്നത് എന്നുള്ള കാര്യം കൂടി ഡോക്ടർ ആശ അച്ചി ജോസഫ് തുറന്നു പറയുന്നുണ്ട്. അതിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ IFFKയും നടന്നു. IFFKയുടെ സെലക്ഷൻ കമ്മിറ്റിയുടെ സ്ക്രീനിങ്ങിനിടെയാണ് നഗരമധ്യത്തിലെ ഈ ഹോട്ടലിൽ ആശ അച്ചി ജോസഫ് അതിക്രമത്തിന് ഇരയാകുന്നത്. അതിനുശേഷം ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് FIR ഇടാൻ ശ്രമിക്കുന്നത്. അത് ആരെങ്കിലും സംരക്ഷിക്കാനുള്ള ശ്രമമാണോ എന്നുള്ള കാര്യം കൂടി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങൾ സങ്കീർണമാക്കരുത് എന്നുള്ളതാണ് പലരും പറഞ്ഞത്. അതുപോലെ തന്നെ വലിയ വിമർശനം എന്ന് പറയുന്നത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ഔദ്യോഗിക ജോലിക്കിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്, തനിക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതുപോലെ 2017-ൽ WCCയുടെ പ്രവർത്തനം തുടങ്ങുന്നു. തൊഴിലിടത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിനെതിരെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിൽ താൻ അംഗമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഇപ്പോഴും തൊഴിലിടത്തിൽ സ്ത്രീകൾ സുരക്ഷിതമല്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതിൽ താൻ സംസാരിക്കുന്നു. അതുപോലെ തന്നെ താൻ ഇപ്പോൾ പുറത്തു വരാനുള്ള കാരണം എന്ന് പറയുന്നത് നിശബ്ദയാക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ പിന്തുണയാണ് വേണ്ടത്, ഐക്യദാർഢ്യമാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ അക്കാദമി ഭാരവാഹികൾ ഫോണിലൂടെ ഐക്യദാർഢ്യവും സീറോ ടോളറൻസും ഒക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ അതിൽ കൂടുതൽ നടപടിയൊന്നും ഉണ്ടായില്ല എന്ന കാര്യം കൂടി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഡോക്ടർ ആശ അച്ചി ജോസഫ് പറയുന്നത് താൻ ഇപ്പോൾ പുറത്തു വരാനുള്ള കാരണം, അല്ലെങ്കിൽ താനാണ് ഈ അതിക്രമത്തിനിരയായ യുവതി എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ആരും നിശബ്ദയാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ അംഗമായിരുന്നു ഡോക്ടർ ആശ അച്ചി ജോസഫ്. താൻ ഈ കമ്മിറ്റിയിലേക്ക് എത്തുന്നത് താൻ ചലച്ചിത്ര പ്രവർത്തക മേഖലയിൽ തന്നിട്ടുള്ള സംഭാവനകൾ അതുപോലെ തന്നെ തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. എന്നിട്ടും താൻ അപമാനിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിൽ വലിയ വിമർശനമായി വരികയും ചെയ്യുന്നത് ഈ FIR ഇടാൻ വൈകി. ഇത്ര ദിവസം നവംബർ 24-ന് പരാതി കൊടുത്തിട്ടും ഡിസംബർ 8-ന് ചാനലുകളിൽ വാർത്ത വന്നപ്പോഴാണ് FIR ഇടാൻ തയ്യാറായത്. അതിനു മുന്നേ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ IFFKയും അവസാനിച്ചിരുന്നു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക ജോലിക്കിടെയാണ് ഈ ഒരു അതിക്രമം തനിക്ക് നേരെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമാണ്, ഒരു തുറന്നു പറച്ചിലാണ് ഇപ്പോൾ ഡോക്ടർ ആശ അച്ചി ജോസഫ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. മേഘന മുരളിയാണ് വിവരങ്ങളുമായി ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.